പറയുന്നത് പോലെ തന്നെ ഇതുവരെയുള്ള ചരിത്രം അങ്ങനെ തന്നെയാണ്. ആർക്കും ഈ കേസ് എടുക്കാനോ അന്വേഷിക്കാനോ ഒന്നും ധൈര്യം വന്നിട്ടില്ല. അതിനപ്പുറമുള്ള പൊളിറ്റിക്കൽ പിൻബലം ആ വ്യക്തികൾക്ക്, ആ ക്രിമിനലുകൾക്ക് ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ അന്വേഷണം നടക്കുമ്പോൾ അതിൽ വലിയ പ്രതീക്ഷ ആക്ഷൻ കമ്മിറ്റിക്കും സ്വന്തം മക്കളെ നഷ്ടമായ കുടുംബത്തിനും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഘട്ടത്തിലും അവർ തുടക്കത്തിൽ കാണിച്ച അതേ ആത്മവിശ്വാസം ഈ അന്വേഷണത്തോട് വെച്ച് പുലർത്തുന്നുണ്ടോ? ആക്ഷൻ കമ്മിറ്റിയോട് നിരന്തരം ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണല്ലോ ബൈജു. അപ്പോൾ എന്താണ് അവർ ഏറ്റവും ഒടുവിലായി നമ്മളോട് പറയുന്ന വിവരം? ഇതിൽ ഏറ്റവും പ്രധാനം കൂടുതൽ ആളുകൾ ഇവർക്ക് പിന്തുണയുമായി എത്തുന്നുണ്ട് എന്നതാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുൾപ്പെടെ ഇതിൽ വലിയ പിന്തുണ ഈ ആക്ഷൻ കമ്മിറ്റിക്ക് ലഭിക്കുന്നുണ്ട്. അവരെല്ലാം ഇവിടെ എത്തുകയും ഇവർക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പോലീസിന്റെ ഭാഗത്തുള്ള അന്വേഷണം ഒരു പക്ഷേ നാളെ ഇത്തരത്തിൽ ഈ സ്ഥലം പരിശോധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നമുക്കതിൽ ഒരു വ്യക്തത, കൃത്യമായി ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമില്ല. പക്ഷെ നാളെ ഇതിൽ ഒരു സാധ്യതയുണ്ട്. കാരണം വരും ദിവസങ്ങളിൽ കോടതിയിൽ ഇത്തരത്തിലൊരു ഈ ഏറ്റവും പ്രധാനം ഈ ഏക സാക്ഷിയാണ് ഈ ശുചീകരണ തൊഴിലാളി. ഇദ്ദേഹത്തിന്റെ മൊഴി ഈ 164 പ്രകാരം കൊടുത്ത രഹസ്യമൊഴി ചോർന്നിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ വ്യക്തി വിവരങ്ങളെല്ലാം പുറത്തായിരിക്കുന്നു. മാത്രമല്ല ആരാണ് ഈ കൃത്യം ചെയ്തത്, തന്നെ ദൗത്യം ഏൽപ്പിച്ചത്, അവരുടെ വിവരങ്ങളൊക്കെ ഈ FIR പ്രകാരം ഈ രഹസ്യമൊഴിയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയത്തും അദ്ദേഹത്തിന് അപകടം സംഭവിച്ചേക്കാം. അങ്ങനെ ഒരു ഘട്ടം വന്ന സ്ഥിതിക്ക് ഈ ആക്ഷൻ കമ്മിറ്റി വലിയ തോതിൽ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗം പരിശോധന നടത്താനുള്ള ഒരു ആലോചന പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. അത് ഒരു ഭാഗത്തുണ്ട്. പക്ഷേ അതിലൊരു ഔദ്യോഗിക സ്ഥിരീകരണമില്ല. അതല്ലെങ്കിൽ ആക്ഷൻ കമ്മിറ്റി നേരിട്ട് ഇത്തരത്തിൽ ഈ സ്ഥലം കുഴിച്ച് പരിശോധിക്കുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ഒരു അസ്ഥികൂടം ഇവിടെ നിന്നും, ഒരു തലയോട്ടി ഇവിടെ നിന്നും എടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒരു തെളിവിന് വേണ്ടി മാത്രമായി എടുത്തതാണ്. ആ പ്രദേശങ്ങൾ എവിടെയൊക്കെ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടോ അതെല്ലാം ഈ മുൻ ജീവനക്കാരന് കൃത്യമായി അറിയാം. അദ്ദേഹം ഈ കേസിലെ സാക്ഷിയാണ്. ഇതിൽ FIR ഇട്ടിട്ടുണ്ട്, കേസെടുത്ത സംഭവമാണ്. പക്ഷേ പ്രധാനമായി ഈ പരിശോധന നടത്തിയാൽ, ഈ മണ്ണെടുത്തുള്ള പരിശോധന നടത്തിയാൽ തന്നെ ഒരുപാട് സത്യങ്ങൾ, ഈ മണ്ണിനടിയിൽ കിടക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ പുറത്തു വരും. അത് തന്നെയാണ് പ്രാഥമികമായി പോലീസ് ചെയ്യേണ്ട നടപടി. അതിന് രഹസ്യങ്ങൾ തേടിയുള്ള അന്വേഷണത്തിൽ തന്നെയാണ് നമ്മളുമുള്ളത്. അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കൊണ്ട്, നിയമ സംവിധാനങ്ങളെ കൊണ്ട് ആ ദുരൂഹതകളൊക്കെ നീക്കം ചെയ്യുക, അല്ലെങ്കിൽ ആ കുഴിച്ചു മൂടപ്പെട്ട സത്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരിക, ക്രിമിനലുകൾക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നുള്ള ഉദ്യമത്തിൽ തന്നെയാണ് നമ്മളുള്ളത്. ആ നീതി തേടി അലയുന്ന ആ കുടുംബങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് നമ്മളും ആ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പരയിൽ ഏറ്റവും നിർണായകമായ ഒരു വിവരമാണ് ഈ ഘട്ടത്തിൽ ന്യൂസ് 18 പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഈ ധർമ്മസ്ഥലയിൽ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, കൊല ചെയ്യപ്പെട്ടവരിൽ മലയാളികളുമുണ്ട്. നേരത്തെ നമ്മൾ ഒരു മലയാളി സ്ത്രീയുടെ ഇത്തരത്തിലുള്ള കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചതുമാണ്. അത് പക്ഷേ 1980കളിൽ നടന്ന പത്മലത എന്ന സ്ത്രീയുടെ ഒരു കൊലപാതകമായിരുന്നു. അത് ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു കൊലപാതകം തന്നെയായിരുന്നു എന്ന് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ച കാര്യമാണ്. സമാനമായ രീതിയിൽ തന്നെ മറ്റൊരു മലയാളിയെ കൂടി ഭൂമി തട്ടിയെടുക്കുവാൻ വേണ്ടി ധർമ്മസ്ഥലയിൽ കൊലപ്പെടുത്തിയെന്ന നിർണായകമായ വിവരമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ന്യൂസ് 18 കൊണ്ടുവന്നിരിക്കുന്നത്. ഇടുക്കി കട്ടപ്പന സ്വദേശി KJ ജോയിയാണ് 2018 ഭൂമി തട്ടിയെടുക്കുവാൻ വേണ്ടി വാഹനം ഇടിപ്പിച്ച് കൊലപ്പെടുത്തിയത് എന്നുള്ളത് ജോയിയുടെ മകൻ തന്നെ ഇപ്പോൾ ന്യൂസ് 18നോട് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ബൈജു, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഈ അന്വേഷണം, കോടതി അടക്കം ഈ വിഷയത്തിൽ ഏതൊക്കെ തരത്തിൽ ഇടപെടുന്നുണ്ട്, മാത്രമല്ല ഈ അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ അത് കൃത്യമായി നമ്മളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? അത്തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് യഥേഷ്ടം ലഭിക്കുന്നുണ്ടോ? ഈ കോടതി പ്രധാനമായും ഈ തെളിവും മൊഴിയും അത് ഗൗരവത്തിലെടുത്തു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ പോലീസിനോട് ആവശ്യപ്പെട്ടത്. ഈ സ്ഥലം, അതായത് മുൻ ജീവനക്കാരനായ സാക്ഷി പറഞ്ഞ സ്ഥലം, ആ സ്ഥലം കുഴിച്ച് പരിശോധന നടത്തി എത്രയും പെട്ടെന്ന് ഇതിനുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. അത് വളരെ ഗൗരവത്തിലൂടെ കോടതി ഈ വിഷയം എടുത്തിട്ടുള്ളത്. കാരണം അത്രത്തോളം നമ്മൾക്ക് ഒരു പക്ഷേ ഇത് തുടക്കത്തിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് വളരെ അതിശയത്തോടു കൂടിയാണ് ആളുകൾ ഇത് കണ്ടത്. കാരണം 100-ലേറെ പേരുടെ, അതായത് പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇത്തരത്തിൽ അതിഭീകരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ഇത്തരത്തിൽ കുഴിച്ചിടുക, അത് ഒരുപക്ഷെ കെട്ടുകഥ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന പലരും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം
പലതും സത്യമാണ്. അവരുടെ അമ്മമാരുടെ കണ്ണുനീർ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും അവർ കാത്തിരിക്കുകയാണ് നീതിക്കായി. തങ്ങളുടെ മക്കളുടെ ഇത്തരത്തിൽ ഈ മണ്ണിനടിയിൽ ഇതായി പോയ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ കാണാതായി പോയ ഈ സൗജന്യമൊക്കെ മൃതദേഹം കിട്ടിയത് അത്രത്തോളം വലിയ ആ കുടുംബം അത് ഇപ്പോഴും അവർക്ക് ആ ഞെട്ടലിൽ നിന്നും അവർക്ക് മോചനമായിട്ടില്ല. കാരണം അത്രത്തോളം സങ്കടകരമായിരുന്നു ആ കാഴ്ച. ഒരു സ്കൂളിൽ പോയ ഒരു വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥി യൂണിഫോമോടുകൂടി വീട്ടിലേക്ക് സന്തോഷകരമായി തിരിച്ചു വരുമ്പോൾ ആ കുട്ടിയെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോവുകയും 4-ലധികം പേർ കൂട്ടമായി ചേർന്ന് പിച്ച് ചീന്നുന്ന ഒരു സാഹചര്യമായുണ്ട്. ആ മൃതദേഹം അത്രത്തോളം വികൃതമായിരുന്നു. ഇതുപോലെ മൃതദേഹം കിട്ടാതെ അനന്യ ഭട്ടിനെ പോലെ ഒരുപാട് ആളുകളുണ്ട്. അത് +1, +2 ആ തരത്തിൽ വിദ്യാഭ്യാസം നടത്തുന്ന ആ പ്രായക്കാരായ ഒരുപാട് പെൺകുട്ടികളാണ്. ഒരുപാട് സ്വപ്നങ്ങളും മോഹങ്ങളുമായി ഇത്തരത്തിൽ സ്കൂളുകളും കോളേജുകളും ഒക്കെ പോകുന്ന ആളുകളാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. അവരുടെ ഔദ്യോഗികമായ കണക്ക് തന്നെ പോലീസ് തന്നെ നൽകുന്ന കണക്കുകളുണ്ട്. ഇതെല്ലാം പലതും ആത്മഹത്യയായും മിസ്സിങ്ങിനും ആ കേസുകളായി മാത്രം ഫയലിൽ ഉറങ്ങുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഈ കേസിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും പുതിയ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരമനുസരിച്ച് നാളെ ഒരു പക്ഷേ ഈ സ്ഥലം കുഴിച്ച് പരിശോധന നടത്തിയേക്കാം. നിർണായകമായ തെളിവുകൾ ലഭിക്കുന്നത് അവിടെയായിരിക്കും. ആ തെളിവിനായി പോലീസ് നടപടി ആരംഭിക്കുമോ? ഏതായാലും അത് തന്നെയാണ് ആക്ഷൻ കമ്മിറ്റിയും നോക്കുന്നത്. ഇല്ലെങ്കിൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് ബൈജു. ഒരു നിമിഷം ഞാൻ മടങ്ങിയെത്താം. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങിയെത്താം.